ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഫീസ് ഇടാൻ വേണ്ടി വന്നതായിരുന്നു ആള്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ അയാൾ അത് കണ്ട് പേടിച്ച് അങ്ങോട്ട് ഓടിയതാണ്. അവിടെ വെച്ചാണ് പരിക്ക് വയറ്റില് ആന കൊമ്പിറക്കിയതാണ്. കുത്തിയിട്ടുണ്ട്. കുത്തി കുടലെല്ലാം വെളിയിൽ വന്ന് അത്രയും ഇതായിരുന്നു. നമുക്കിപ്പോൾ വന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് വന്ന് ഇവർ വല്ല എന്തെങ്കിലും ചെയ്യണേലും ഇത് വരാതിരിക്കാനുള്ള നടപടിയല്ല ഇവർ നോക്കേണ്ടത്. എന്നിട്ട് ഈ 10 ലക്ഷം രൂപ അതിലൊന്നും ഒരു കാര്യമില്ല. ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞിട്ട് ആ കാശ് കിട്ടിയിട്ട് എന്താ കാര്യം? അല്ലെ, ആന എന്ന് പറയുമ്പോൾ തന്നെ പേടിയായിപ്പോയി. ആനയുടെ പോക്ക് അത്രയ്ക്കും കണ്ടാൽ പേടിയാവുമായിരുന്നു നമുക്ക് ശരിക്കും. കൊലവിളി വിളിച്ചിട്ടാണ് പോകുന്നത്. ആ കൊലവിളി വിളിക്കുന്നത് വീഡിയോയിലുണ്ട്. വിളിച്ച് വീഡിയോ കേൾക്കാം. കരഞ്ഞിട്ടാണ് തല്ലി പൊട്ടിക്കുന്നത്, ജനല് തല്ലി പൊട്ടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പോക്കിന്റെ ആ ദേഷ്യം കാരണം മുറ്റത്ത് വണ്ടി കിടക്കണ്ടായിരുന്നു. ആ വണ്ടി കണ്ടിട്ടില്ല ആന. അല്ലെങ്കിൽ ആ വണ്ടി തല്ലി പൊട്ടിച്ചിട്ടുണ്ടാവും. ദേഷ്യത്തിന്റെ ആ കാഠിന്യം കാരണമാണ് വണ്ടി കാണാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദേഷ്യം പിടിക്കുന്നത് നമുക്ക് അങ്ങനെയാണല്ലോ, കണ്ണ് കാണൂല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇറങ്ങി പോവുക. ഇങ്ങനെ വലിയൊരു ആന കാരണം ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. ആന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട് നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലുള്ള കുന്നലാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കുന്നലാടി എന്ന് പറയുന്നത് നെല്ലക്കോട്ടെ, ദേവർശാല മുതലായ സ്ഥലങ്ങളുടെയൊക്കെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ഒരു പക്ഷേ ഈ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്ന് കാണാൻ പോകുന്നൊരു വിഷയം ആനയുടെ പ്രശ്നം തന്നെയാണ്. ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്നൊരു പ്രദേശമാണ്. അത് നമുക്കിങ്ങനെ വിവരിച്ച് തരാനായിട്ട് സാധിക്കില്ല. വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോകുന്ന വഴി കൂടെ കംപ്ലീറ്റ് ആനയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തികഞ്ഞ ജനവാസ മേഖലയിലാണ്. ഇവിടെ ഫോറസ്റ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദൂരത്താണ്. പക്ഷേ ഫോറസ്റ്റ് ഒന്നും ഒരു ആനയ്ക്ക് വിഷയം. നമ്മൾ ഇതിന് മുന്നേയുള്ള എപ്പിസോഡുകളൊക്കെ കണ്ടതാണ്. പോകുന്ന വഴിക്കൊക്കെ നമ്മൾ എലിഫൻറ്റ് ക്രോസിംഗ് ഏരിയ എന്നൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതേ അവസ്ഥ തന്നെ പന്തല്ലൂർ ഭാഗത്തൊക്കെ ഉള്ളത്. പന്തല്ലൂർ നമ്മൾ ഈ അടുത്തൊക്കെ നമ്മൾ കണ്ടാണ്. പന്തല്ലൂർ ചരപ്പാടി ഭാഗത്തൊക്കെ ബുള്ളറ്റ് എന്ന് പറയുന്ന ആനയുടെ പ്രശ്നങ്ങളും അതിനെ പിടിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങളൊക്കെ കണ്ടാണ്. അപ്പോൾ കുറേ കാലമായിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ആനയായിരുന്നു. ആ ഒരു ആന മാത്രമല്ല, അവിടെ പല ആനകളുണ്ട്. പക്ഷേ ഈ ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞ ആനയായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതേപോലെ തന്നെ പല ആനകൾ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കുന്നലാടി, ബെക്കി, ദേവർശാല, നെല്ലക്കോട്ടെ എന്ന് പറയുന്ന പ്രദേശങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഏതായാലും ഈ കുന്നലാടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഒരു 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരാളെ ആന ആക്രമിച്ചിട്ടുണ്ട്. അയാൾക്ക് നല്ല രീതിയിലുള്ള പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരാളെ കാട്ടാന ആക്രമിച്ചിട്ടുണ്ട്. അത് പക്ഷേ പുറത്തേക്കൊന്നും അധികം വലിയ ന്യൂസായിട്ടൊന്നും വന്നിട്ടില്ല. അതാണ് ഏറ്റവും ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന്. കാരണം ഇവിടെ അതൊരു വലിയൊരു വാർത്ത പോലും അല്ലാതായി മാറിയിരിക്കുകയാണ്. കാരണം പല തവണ ഒരു വർഷത്തിൽ നിരവധി ആളുകൾക്ക് ഇവിടെ ജീവൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ആളുകൾക്ക് ഇതുപോലെ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കുകൾ, വലിയ ഗുരുതര പരിക്കുകൾ, ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ കിടപ്പിലായി പോകുന്ന രീതിയിലുള്ള പരിക്കുകൾ വരെ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പ്രദേശത്താണ്. അതായത് വന്യമൃഗങ്ങളുമായിട്ട് സത്യം പറഞ്ഞാൽ യുദ്ധം ചെയ്ത് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഗൂഡല്ലൂർ, നീലഗിരിസ് ഡിസ്ട്രിക്റ്റ് മുഴുവൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് മലയാളികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. കേരളത്തിൽ നിന്ന് കുടിയേറി പാർത്ത ആളുകളാണ് ഉള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാളെ കാട്ടാന ആക്രമിച്ചിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും ഇവിടെയുള്ള ആളുകളോട് തന്നെ നമുക്കിതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ സ്ഥലം കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ നിരവധി എങ്ങോട്ട് നോക്കിയാലും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. കണ്ടോ, ഇവിടെയൊക്കെ എല്ലായിടത്തും വീടുകളുണ്ട്. പറമ്പിലൊക്കെ ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഇതേപോലെ
പിന്നെ എല്ലാവർക്കും തന്നെ ഇവിടെയുള്ള മിക്ക ആളുകൾക്കും തേയിലത്തോട്ടം ഉണ്ടാവും. തേയില നുള്ളി കിട്ടുന്ന, സ്വന്തം പറമ്പിൽ നിന്ന് നുള്ളി കിട്ടുന്ന തേയില ഇങ്ങനെ ഇവർ ഇവിടെ ഇങ്ങനെ കൂട്ടി വെക്കും. അത് വന്ന് ഓരോ കമ്പനിക്കാർ വന്ന് എടുത്തിട്ട് പോകും. അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട്. അത് മാത്രമല്ല ഒത്തിരി കൃഷികൾ ചെയ്യുന്ന ഒരു പ്രദേശമാണ്. കൂടുതൽ മലയാളികളായിട്ടുള്ള ആളുകളാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സയ്യിദ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാളെ കാട്ടാൻ ആക്രമിച്ചു. അത് എവിടെ വെച്ചിട്ടാണ്? ഇവിടെ വെച്ചായിരുന്നു അത് സംഭവം. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഫ്യൂസ് ഇടാൻ വേണ്ടി വന്നതായിരുന്നു ആള്. അപ്പൊ ആന അവിടുന്ന് ഇങ്ങോട്ട് വന്നു. ഈ പോസ്റ്റില്. അപ്പോൾ അവിടുന്ന് ആന അവിടുന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ അയാൾ അത് കണ്ട് പേടിച്ച് അങ്ങോട്ട് ഓടിയതാണ്. അവിടെ വെച്ചാണ് ഈ വഴിക്ക് ഓടിയത്. അവിടെ വെച്ചാണ് സംഭവിച്ചത്. ആന ഇവിടെ ഉണ്ടായിരുന്നു. ആന ഈ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതായിരുന്നു. ആണല്ലേ? ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ശല്യമുണ്ട്. ഇതിനു മുന്നേ ഇങ്ങനെ ആളുകളൊന്നും ആക്രമിച്ചില്ല. പക്ഷെ ഏത് സമയത്ത് ആനകൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. കൃഷികൾ നശിപ്പിക്കാറ്, എന്താ ഈ കഴുങ്ങ്, മറ്റുള്ള കൃഷികളൊക്കെ നശിപ്പിക്കുക. എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇവിടെ. സ്ഥലം കാണിച്ചു. ആളുടെ പേരെന്താ? അപകടം പറ്റിയ ആളുടെ പേര് ബാലകൃഷ്ണൻ. എന്താ പുള്ളിയുടെ പരിക്ക് വയറ്റില് ആന കൊമ്പിറക്കിയതാണ്. കുത്തിയിട്ടുണ്ട്. കുത്തി കുടലെല്ലാം വെളിയിൽ വന്ന്. അത്രയും ഇതായിരുന്നു. അത്രയും വലിയ സംഭവം. ഞാൻ വിചാരിച്ചു ഇത് വലിയ പുറത്തേക്കൊന്നും അധികം വാർത്തയായിട്ട് കണ്ടില്ല. അതാ അതങ്ങനെ ആരും അറിയപ്പെട്ടില്ല. പെട്ടെന്ന് എടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ പന്തല്ലൂർ കൊണ്ടുപോയി. അവിടുന്ന് പ്രാഥമിക ശുശ്രൂഷയൊക്കെ നടത്തി. അതിനുശേഷം അവർ പറഞ്ഞ് പെട്ടെന്ന് ഒന്നില്ല ഊട്ടി കൊണ്ടുപോകാൻ പറഞ്ഞ്, അല്ലെങ്കിൽ വിംസിലെത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ വിംസിലൊക്കെ കൊണ്ടുപോയി. വലിയ അപകടം കേട്ടോ നടന്നത്. ഞാൻ വിചാരിച്ചു അത്രയും വലിയ അപകടം അല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുടലൊക്കെ പുറത്ത് വന്നല്ലേ? കുടല് പുറത്ത് വന്നു. ഇവിടെ വെച്ചതാണ് സംഭവിച്ചിരുന്നത്. ഈ കല്ല് കിടക്കുന്നുണ്ടല്ലോ ഈ ഭാഗത്തല്ലേ? ഈ ഭാഗത്ത് വെച്ച് രക്തം കിടക്കുന്നുണ്ട. ചോരകൾ ആള് കുത്തിയിട്ട് ഇങ്ങോട്ട് ചാടിയതാണ്. പക്ഷെ എന്നിട്ട് ആന ഒന്ന് ശ്രമിച്ചു നോക്കിക്കണു പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇവിടെ ചെരുവായതുകൊണ്ട് ആനക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. ഇറങ്ങാൻ നോക്കിയത് അത് തെന്നി താഴോട്ട് പോയി. അല്ലെ താഴോട്ട് അല്ലെങ്കിൽ ആളെ കൊന്നിരിക്കും. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. എന്നിട്ട് പിന്നെ ഇതാരേലും അറിഞ്ഞായിരുന്ന സംഭവം സ്പോട്ടിൽ? ഈ സ്പോട്ടിൽ അറിഞ്ഞതാണ് എൻ്റെ അനിയന്റെ വീടാത്. അപ്പൊ അവന് ഈ ഒച്ച കേട്ടിട്ട് ടെറസിന്റെ മേലെ കയറി അവിടുന്ന് ഇവരൊക്കെ പാടെ ഒച്ച ഇട്ടിട്ടാണ് ആന ഇങ്ങോട്ട് മാറിപ്പോയത്. അതിനുശേഷം അവർ ഓടി വന്ന് ആളെടുത്ത് വേണ്ട ആശുപത്രി കൊണ്ടുപോയി. ആളറിഞ്ഞോണ്ടല്ലേ? അല്ലെങ്കിൽ നാലേക്ക് വയറൊക്കെ പൊട്ടി കിടക്കുന്നല്ലേ? അറിയില്ല. അറിയാണ്ട് പോയി കഴിഞ്ഞാൽ സ്ഥിരം ശല്യല്ലേ ഇത്. ഒരു ഭാഗത്ത് ഓരോരോ മൃഗം. ഇപ്പം ഇന്നലെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ മറ്റേ കാട്ടി നമ്മൾ ജോസേട്ടൻ്റെ അവിടെ ആ കാപ്പിക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മേലോട്ട് കയറുന്നുണ്ട്. നമ്മളെ തോട്ടത്തിൽ കയറുന്നുണ്ട്. 3:30 മണിക്ക്. ഇവിടെ ശരിക്കും പറയുന്നതും തികഞ്ഞ ജനവാസ മേഖല തന്നെയല്ലേ? തികഞ്ഞ ജനവാസ മേഖലയാണ്. ഇതെല്ലാം 60-70 വർഷമായിട്ട് ഓരോരുത്തരുടെ കൈവശമുള്ള ഭൂമിയല്ലേ. ഇതിങ്ങനെ ഈ പോകുന്ന വഴിക്കൊക്കെ ഞാൻ പല സ്ഥലത്ത് എലഫന്റ് ക്രോസിംഗ് ഏരിയ എന്ന് പറഞ്ഞ ബോർഡൊക്കെ കണ്ടേ, ആനത്താരം എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട്. അത് ഫോറസ്റ്റ് അല്ല. അതങ്ങനെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇവിടെ ആനയില്ല, ഒന്നുമില്ല. ഞങ്ങളൊക്കെ രാത്രിയല്ലേ ഫ്രീ ആയിട്ട് നടക്കുകയായിരുന്നു. അത് ഇപ്പം അടുത്ത കാലത്താണ് ഇത്രയും രൂക്ഷമായ ശല്യം ജനങ്ങൾ അനുഭവിക്കുന്നത്. ഒരു 10 വർഷത്തിന് ഇങ്ങോട്ട് ഒരു ആന, പന്നിയോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇവിടെ ആന വരാത്തൊരു പ്രദേശം ഇല്ലല്ലേ? ഇപ്പൊ എല്ലായിടത്തും എല്ലാവർക്കും വരുന്നുണ്ട്. ഭയങ്കര ശല്യമായിട്ട് മാറി. ആന എന്ന് മാത്രമല്ല, പുലി, എല്ലാ ഐറ്റംസും ഉണ്ട്. കടുവയുണ്ട്. ഈ ബുദ്ധിമുട്ട് കൊണ്ട് ഒത്തിരി ഇവിടുന്ന് ആൾക്കാർ അങ്ങനെ ഒഴിഞ്ഞു പോകാൻ വേറെ പോവാൻ നിവൃത്തിയില്ലല്ലോ. ഇവിടെ പട്ടയുള്ള സ്ഥലത്തിനും വിലയില്ല, പട്ടയില്ലാത്ത സ്ഥലത്തിനും വിലയില്ല. ഇത് വിൽക്കാനും പറ്റില്ല, അവനവന്റെ പേരിലാക്കാനും പറ്റില്ല. വല്ലാത്തൊരവസ്ഥയാണ്. പട്ടയുള്ള സ്ഥലം അവനവന്റെ പേരിലാക്കാൻ പറ്റുന്നില്ല. എന്താ? അത് രജിസ്ട്രേഷൻ നടക്കുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്ന് പെട്ടെന്ന് വിൽക്കണം എന്ന് പറഞ്ഞാൽ വിൽക്കാൻ നടക്കില്ല. ഇപ്പൊ ഗവൺമെന്റ് നമുക്ക് ഓഫർ ചെയ്താൽ ഈ പ്രാവശ്യം DMK ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും 5 ഏക്കർ വരെയുള്ള സ്ഥലങ്ങൾ വിക്രയം ചെയ്യാന്നും പറഞ്ഞ് ആ ഓഫറൊക്കെ തന്നിരുന്നു. അതൊന്നും നടപ്പിലായിട്ടില്ല. ബഫർ സോണിന്റെ ഇത് കിടക്കുന്നോണ്ടാണിത്. പക്ഷെ ഗവൺമെന്റ് വിചാരിച്ച പല കാര്യങ്ങളും ചെയ്യാം, പക്ഷെ ചെയ്യുന്നില്ല. ഈ മാറി വരുന്ന ഗവൺമെന്റ് ഒക്കെ തന്നെ ഓഫർ ചെയ്യുന്നു, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ
കർഷകർ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ കെട്ടിടങ്ങൾ പണിയാൻ എന്തെങ്കിലും തടസ്സം കെട്ടിടങ്ങൾ പണി അനുമതി ഗവൺമെൻറ് നമ്മൾ ഊട്ടി കൊടുക്കണം, കളക്ടറേറ്റ് കൊടുക്കണം, അനുമതി വാങ്ങണം. അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരൂല്ലെങ്കിൽ തരൂല, അങ്ങനെയൊക്കെയാണ്. പിന്നെ ജനങ്ങൾ അങ്ങോട്ട് കെട്ടുകയാണ്. അനുമതി കിട്ടിയാലും കിട്ടിയില്ലേ വേറെ ജീവിക്കേണ്ട ചെറിയ ചെറിയ വീട്. ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ഈ കെട്ടിടം പണിയാനായിട്ട് ഭയങ്കര പെർമിഷൻ കിട്ടാൻ പാടാണ്. അത് ഇതൊക്കെ ഈ ബഫർ സോണിൽ ഈ ബഫർ സോൺ ഇതേ നിയമം ബത്തേരി ഇവർക്കെല്ലാം ബാധകം. പക്ഷെ അവിടെ എല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അവിടെയൊക്കെ ഇനി ഇപ്പൊ ഈ ബഫർ സോൺ ഇതേ നിയമങ്ങൾ കർണാടകയിലുണ്ട്, കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ മാത്രമേ ഈ സ്ഥിതിയുള്ളൂ. കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല, നടപ്പാക്കാൻ തുടങ്ങുന്നുള്ളൂ. ബത്തേരി ടൗണൊക്കെ ഇത് ബഫർ സോൺ പെട്ട സ്ഥലമല്ലേ. ബഫർ സോൺ പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ നിയമം അവർക്കും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അവർക്ക്. ഞങ്ങൾക്ക് ബാധിക്കുന്ന അതേ നിയമം അവർക്കും. പക്ഷെ അവര് കേരള ഗവൺമെന്റിന്റെ അതുകൊണ്ട് അത് നടന്നു പോകുന്നു അവിടെ കാര്യങ്ങൾ. അതായത് ബഫർ സോൺ ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതായിരിക്കും അവസ്ഥ. അപ്പൊ ഫോറസ്റ്റുകാരെല്ലാം ആദ്യം പറഞ്ഞു ഞങ്ങളായിട്ട് നിങ്ങൾ ഇവിടുന്ന് നിങ്ങളായിട്ട് തന്നെ ഒഴിവായി പോകുന്നു. അതാണ് അവരെ പോളിസി. അതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രദേശം കണ്ടിട്ടോ, ഈ ഒരു പ്രദേശത്തിട്ടാണ് ആ ചേട്ടനെ കുത്തിയതിൻ്റെ ആ ഒരു ചോരപ്പാടാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പുള്ളി രക്ഷപ്പെടാനായിട്ട് ഇച്ചിരി താഴ്ചയാണ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നൊരു 3 ആൾ താഴ്ചയുണ്ട്. അതിലെ പുള്ളി തെന്നി ആ താഴെ കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് തെന്നി പോയതുകൊണ്ടാണ്, വീണതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ആന ഇതിലെ ഇപ്പുറത്തെ ഭാഗത്തോടെ ഇറങ്ങാൻ നോക്കി, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് മാത്രം പുള്ളി രക്ഷപ്പെട്ട കേട്ടോ. നല്ല പരിക്കാണ്. ഇപ്പോൾ പുള്ളിയുടെ പരിക്കിൻ്റെ സ്ഥിതി എന്താ? പരിക്കിന് ഞാൻ പോയി കണ്ടിട്ടില്ല, ഇപ്പോൾ ആരും കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ആളെ കുടലെല്ലാം വെളിയിൽ ചാടിയിരുന്നു. പക്ഷെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇനി ഒരു വാരിയലിന് പൊട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതൊരു അടുത്തൊരു ഓപ്പറേഷൻ വേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഒരു 50,000 റുപ്യ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അതിനൊന്നും നിൽക്കില്ല. അപ്പോൾ അത് വലിയ സംഖ്യ ആവും. അത് വിംസിലല്ലേ വിംസിലുണ്ട്. വിംസിലല്ല, വിംസാണ് ഇവിടെ മേപ്പാടിയല്ലേ? മേപ്പാടി. ഇപ്പം ഇവിടെ എങ്ങനെ ഈ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടാനും നഷ്ടപരിഹാരം കിട്ടാൻ ഇങ്ങനെ കിട്ടും. ഇപ്പം ഇതിന് 50,000 രൂപയാണ് അവരെ. ഇത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ. ഇത് മൊത്തം തോട്ടങ്ങളല്ലേ? നമ്മളെ തോട്ടം എല്ലാം അല്ലേ? നിങ്ങളുടെ പ്രൈവറ്റ് തോട്ടം അല്ലേ? നമ്മുടെ പ്രൈവറ്റ്. അതേപോലെ ആന ഇറങ്ങി വരുന്ന വഴി നമുക്ക് മനസ്സിലാവും. ഇവിടെ കണ്ടോ തെളിഞ്ഞ് കിടക്കുന്ന കണ്ടോ, ഈ ഒരു തെളിഞ്ഞ് കിടക്കുന്ന വഴി പോലെ കിടക്കുന്ന ഭാഗമൊക്കെ ആന നടന്ന് കയറി വരുന്ന വഴിയാട്ടോ. ഇങ്ങനെയാണ് ആന കയറി പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ടല്ലോ ഈ ഒരു റോട്ടിൽ നിന്ന് ഇത്രയും ദൂരം, അത് ഏറ്റവും കുറഞ്ഞ ഒരു 50 മീറ്റർ ഓടാനേ ആ ഒരു ചേട്ടന് സാധിച്ചുള്ളൂ. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു ചേട്ടന് സാധിച്ചുള്ളൂ. ഇവിടെ ഇട്ടാണ് ആ സംഭവം ആന നടത്തിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയാലും ഇതിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടില്ല. ആന കൊല്ലണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആന കൊല്ലും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ആളുകൾ നേരിടുന്ന പ്രശ്നം. ഇതൊന്നും കാട്ടിൽ കയറിയിട്ടോ കാട്ടിൽ പോയി ആനയുടെ കുത്തേറ്റ് വാങ്ങുന്നൊന്നുമല്ല. ഇതുപോലെ മനുഷ്യർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആ മനുഷ്യർക്ക് നേരിടേണ്ട പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ഇത് സുജീഷ്. ഇവിടെ അയൽവാസി ഈ തൊട്ടടുത്ത് തന്നെയല്ലേ താമസം? തൊട്ടടുത്ത് ഞങ്ങൾ അയൽവക്കക്കാരാണ്. ഈ സംഭവം നടന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനില്ലായിരുന്നു. അല്ലേ? ഇത് എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നത്? 7 മണിയായപ്പോഴാണ്. ഇപ്പോൾ ചേട്ടൻ്റെ വീട് ശരിക്കും എവിടെ ആയിട്ടാ? എൻ്റെ വീട് കുറച്ച് അപ്പുറമാണ്. ഞങ്ങൾ ബൗണ്ടറിക്കാരാണ്. ആണല്ലേ? പുള്ളി ഡെയിലി ഇവിടെ വരുന്നതാണ്. നേരത്തെ ലൈറ്റ് വിട്ട് പോകുന്നതാണ്. ആ സമയത്ത് ഞങ്ങൾ ഈ സെന്ററിലാണ് ചപ്പ് നോക്കണതും. ഇവിടെ ലൈറ്റ്. അതെ, ഇത് തന്നെയാണ്. ഫ്യൂസ് ഇടാൻ വന്നാലേ? അതെ. ഈ ഒരു പോസ്റ്റിൽ ഫ്യൂസ് ഇടാൻ വന്നാട്ടോ. അപ്പോൾ എന്നിട്ട് അല്ല, പുള്ളി ഒന്നും ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് പോകണതാണ്. ഞങ്ങളെപ്പോഴും ഇവിടെ ചപ്പ് തൂക്കി ഞങ്ങൾക്ക് വണ്ടി വരണ ഒരു 6-6:30 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞ് സ്ഥിരം അങ്ങനെ കണ്ടു പോകണതാണ്. പിന്നെ അതേപോലെ അന്ന് ഒരു 7 മണിക്കൊക്കെ ഇടുന്നതാണ്. ആ ടൈം തന്നെയാണ് ലൈറ്റ് ഇടുന്നത്. അങ്ങനെ പുള്ളി വന്നപ്പോൾ ഇവിടെ ആന ഇറച്ചിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് ഈ വഴിക്ക് ഓടിയതാണ് പുള്ളി. രാത്രി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വണ്ടിയൊന്നും കാണില്ലേ? വണ്ടി കാര്യമായിട്ടില്ല. നമ്മുടെ പേഴ്സണലായിട്ടുള്ള വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യമായിട്ടുണ്ടാവില്ല. അല്ല, ആരും പേടിച്ചിട്ട് അങ്ങനെ ഇറങ്ങൂല്ലേ? അതെ. അല്ല, ഇപ്പോൾ കുറച്ചായിട്ട് ഇല്ലായിരുന്നു. പക്ഷേ ഒരിടയിൽ ഭയങ്കര ശല്യമായിരുന്നു ഇങ്ങോട്ടാണ്. കുറച്ചായിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ പ്രതീക്ഷയില്ലല്ലോ, ആന ഉണ്ടെന്നുള്ള പ്രതീക്ഷയില്ലല്ലോ. അത് പുള്ളി കണ്ടു കുടുങ്ങി. ഇത്രയും ദൂരമൊക്കെ വന്നിട്ട് ഓടിയിട്ടും രക്ഷപ്പെടാൻ പറ്റില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോൾ ഈ ഇടയായിട്ട് ഒരു 2 ആഴ്ച മുമ്പ് നമുക്ക് ഭയങ്കര ശല്യമായിരുന്നു. 12 മണിക്ക് അതുപോലെ നിങ്ങൾ വരണ മുക്കട്ടി റോട്ടിൽ ഞങ്ങളുടെ ഒരു 12:30ക്കാണ് അന്ന് ആന ഇറങ്ങിയതും. പെട്ടെന്നൊരു ബൈക്കുകാരൻ അങ്ങനെയൊക്കെ രക്ഷപ്പെടുകയായിരുന്നു അവിടുന്ന്. അതെ, പണിക്കാരുള്ള ഇടയിലും. ഇതിപ്പോൾ വെച്ചാൽ നല്ല ശല്യമാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഗ്യാപ്പ് ആകുമ്പോൾ നമ്മൾ എന്താ പോയി എന്നുള്ള രീതിക്ക് നിൽക്കും. ഇത് എപ്പോഴാണ് വരണ പോകണമെന്ന് നമുക്കറിയില്ല, പറയാൻ പറ്റില്ല. ഒരു സൈഡിലല്ലെങ്കിൽ അടുത്ത വശത്ത് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. അതെ.
ശരിക്കും കാട്ടിലോട്ട് അങ്ങനെ പോകുന്നില്ലല്ലേ ഈ ആന? ഇല്ലല്ലോ, ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങളുടെ ഇതേപോലെ ഞങ്ങളുടെ പറമ്പിലും കാര്യമായിട്ട് അങ്ങനെ നിൽക്കുക. അധികം ഈ വഴിക്കാണ് അതങ്ങനെ കയറി പോകുക, വൃന്ദാവനത്തിൽ കയറി അങ്ങനെ പോവുകയാണ്. മൊത്തത്തിലുണ്ട് ഈ 1-2 ടേണിൽ നമുക്ക് എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ആന വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരെ വിളിച്ചാൽ അവർ വരുമോ? അവർ വരാറുണ്ട്. അപ്പോഴത്തേക്ക് ഇതെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചെത്തണ സമയം കൊണ്ട് സംഭവിക്കുന്നില്ല, വരുന്നില്ല എന്നൊന്നും പറയുന്നില്ല, വരുന്നുണ്ട്. പക്ഷെ അവർ വിളിച്ചെത്തണ ഗ്യാപ്പോഴത്തേക്കും കാര്യമായി പോകുന്നതിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് വരാതിരിക്കാനുള്ള നടപടിയാണ് അവരെന്തെങ്കിലും ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ വിളിച്ചാൽ വരുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല, അവർ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് സംഭവം നടക്കേണ്ട കാര്യങ്ങൾ നടക്കണമല്ലോ, പിന്നെ വന്നിട്ട് എന്തായാലും കാര്യം. ഇപ്പം ഇവിടുന്ന് ഫോറസ്റ്റ് എത്ര ദൂരം വ്യത്യാസമുണ്ട്? ഫോറസ്റ്റ് ഓഫീസ് ഒന്ന് നമുക്ക് 5 കിലോമീറ്റർ. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോറസ്റ്റ് എന്ന് പറയാൻ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഫോറസ്റ്റ് അല്ല, അത് ഇതിപ്പോൾ എസ്റ്റേറ്റിൻ്റെ ഒഴിവാക്കിയ സ്ഥലമാണ്. അവരുടെ ഇത് RF എന്ന് പറയാൻ ഇവിടെ നമുക്കില്ല ശരിക്കും. ഫോറസ്റ്റ് അതായത് എസ്റ്റേറ്റിൻ്റെ ഒഴിവാക്കിയ സ്ഥലം ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന അങ്ങനെയല്ല? അതെ അതെ. അപ്പം അത് ഇപ്പോൾ ഫോറസ്റ്റായി മാറിയിരിക്കുക. അതെ, നമുക്കിപ്പോൾ ഫോറസ്റ്റ് എന്ന് പറയാൻ അങ്ങോട്ട് റാക്കോടും കാര്യം ഇതായിട്ട് പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ RF ഒന്നല്ല. ഇവിടെ ഇപ്പോൾ ഓർക്കടവ് കുറച്ച് ഫോറസ്റ്റ് ഉണ്ട്, അത് RF ഒന്നല്ല, റിസർവ് ഫോറസ്റ്റ് അല്ല. നിങ്ങളൊക്കെ കൃഷിയും കൊണ്ട് ജീവിക്കുന്ന? കൃഷിയും കൊണ്ട് ജീവിക്കുന്നതാണ്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വരാറുണ്ട്. ഇതാ കവുങ്ങ് കാര്യങ്ങൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശല്യം തന്നെയാണ്. ഒക്കെ അടിച്ചിട്ടിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സമയം 5 മണി 6 മണി എന്നൊക്കെ പറയുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് കയറി പോണത്. കൃഷിക്കാരൻ്റെ അവസ്ഥ അതാണല്ലോ. ഞങ്ങളിപ്പോൾ തേയില തൂക്കാനും ഇതൊക്കെ എല്ലാവരും നിൽക്കണതും 6-6:30 കഴിഞ്ഞാണ് വണ്ടി. 6:30 ആവും ഞങ്ങൾക്ക് ചില സമയത്ത്. ഇപ്പോൾ ഈ വേനൽ ടൈം ആയതുകൊണ്ട് കുറച്ച് വണ്ടി നേരത്തെ വരുന്നുള്ളൂ. വലിയ കഷ്ടപ്പാടിലല്ലേ? കഷ്ടപ്പാട് തന്നെയാണ് ഇവിടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് വന്ന് ഇവർ വല്ല എന്തെങ്കിലും ചെയ്യണേലും ഇത് വരാതിരിക്കാനുള്ള നടപടിയല്ല ഇവർ നോക്കേണ്ടത്. എന്നിട്ട് ഈ 10 ലക്ഷം രൂപ അതിലൊന്നും ഒരു കാര്യമില്ല. ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞിട്ട് ആ കാശ് കിട്ടിയിട്ട് എന്താ കാര്യം? ഇപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വീടിൻ്റെ ആശ്രയം പുള്ളിയാണ്. ഫുൾ ടൈം അതേപോലെ കൃഷി കാര്യം എന്ന് പറഞ്ഞാൽ പറമ്പിൽ തന്നെ നിൽക്കുന്ന ആളുമാണ്. അപ്പോൾ അവർ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നമ്മളിപ്പോൾ ഈ പുറകത്ത് കാണുന്ന ഈ ഒരു പോസ്റ്റിൻ്റെ ഈ കാണുന്ന ഫ്യൂസ് ഇടാനായിട്ട് വന്ന ഒരാളാണ്. പുള്ളീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളി എല്ലാ ദിവസവും ഈ പോസ്റ്റിൽ ഈ ഫ്യൂസ് ഇടാനായിട്ട് എല്ലാ ദിവസവും വരുന്നതാണ്. അപ്പോൾ പതിപോലെ പുള്ളി വന്നു. അന്ന് ഒരു 7 മണി 7:15 കഴിഞ്ഞു പുള്ളി വന്ന സമയത്ത് കൃത്യം സമയം നമ്മളിപ്പോൾ ഈ പുറവശത്ത് കാണുന്ന ഈ ഒരു പ്രദേശത്ത് ഇവിടെ ആന ഇവിടെ ഈ ഒരു ഭാഗത്തുമായിരുന്നു. അപ്പോൾ പുള്ളി പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ ഒരു വഴിയെ ഇങ്ങോട്ടങ്ങ് ഓടുകയായി. ഇത് ഓടിയ ഓട്ടത്തിലാണ് ഈ ഒരു സംഭവം എല്ലാം നടന്നതും. ഇവിടം വരെ ഒരു നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. ഇവിടുന്ന് പിന്നെ ഇച്ചിരി കയറ്റം പോലെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു പക്ഷേ രാത്രി ആയതുകൊണ്ടും വെളിച്ചമില്ലാത്തതുകൊണ്ടും ഓടിയ ഓട്ടത്തിന് ചിലപ്പോൾ ഇത് നിലത്തൊക്കെ കാണാൻ നമുക്കിതുപോലെ കല്ല് പതിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ കല്ലെ തട്ടി വീണതാകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്രയും ഓടാമെങ്കിൽ ആൾക്ക് കുറച്ചും കൂടെ ഓടാൻ പറ്റുമായിരുന്നു. പക്ഷേ കല്ലെ തട്ടി വീടുമായിരിക്കും, നല്ല ഇരുട്ടായിരിക്കും. നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ആനയുടെ മുമ്പിൽ നിന്ന് ഓടുമ്പോൾ ഒരു പക്ഷേ ടോർച്ചൊന്നും അടിച്ച് ഓടാനൊന്നും പറ്റിയില്ല. ഉള്ള രീതിയിൽ ഒരു ഊഹം വെച്ചങ്ങ് ഓടിയിട്ടുണ്ടാവും. ഈ ഒരു പ്രദേശത്തിട്ടാണ് കുത്തിയത്. അപ്പോൾ പുള്ളി രക്ഷപ്പെടാനായിട്ട് തൊട്ടപ്പുറത്തുള്ള ആ ഒരു താഴ്ചയിലേക്ക്, താഴ്ന്ന ഭാഗത്തേക്ക് എടുത്ത് ചാടുകയായിരുന്നു. ആ ചാട്ടം കൊണ്ടാണ് പുള്ളി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു പക്ഷേ പുള്ളീനെ മിക്കവാറും ഓടി വരുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കും മുണ്ടിൽ പിടി കിട്ടുകയാണ്. അപ്പോൾ തെന്നിയാകുമ്പോൾ കുത്തിയിട്ട് ആ കൊമ്പിൽ കിട്ടിയപ്പോൾ അങ്ങോട്ട് തെറിച്ച് പോയി കാണും. കൊമ്പേന്ന് ഊരി പോയി കാണും അല്ലേ? കൊമ്പേന്ന് ഊരി പോയി. അതാണ് ഇവിടെ ഒരു ആനേൻ്റെ പാട് കണ്ടോ? അതെ അതെ അതെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ആനയ്ക്ക് ഇത് കിട്ടിയില്ല. അപ്പോൾ അവിടുന്ന് അവർ മുകളിൽ ഒറ്റ കെട്ടി ലൈറ്റ് ഇട്ടപ്പോൾ ആന ഇപ്പം തെക്കനും കൂടി ഓടി വന്നപ്പോൾ എല്ലാവരും കൂടി ഒറ്റപ്പാടുണ്ടാക്കി ഓടി വന്നപ്പോൾ ആന അതിൽ പോയിന്ന് അറിയില്ല. അല്ലേ? കൊണ്ടുപോയ ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആൾക്കാർ ഉണ്ടെന്ന് താമസം വിളിക്കണം. ഇപ്പം ആ ചേട്ടനെ ആന കുത്തിച്ച് താഴേക്ക് പോയ ഞാൻ പറഞ്ഞല്ലോ, തൊട്ട് താഴേക്കുള്ള ആ ഒരു പ്രദേശത്തേക്കാണ് പുള്ളി വീണതെന്ന് പറഞ്ഞല്ലോ. ഞാനിപ്പോൾ ആ ഒരു അരുവിയുടെ അടുത്ത ഉള്ള ഈ മോളിൽ നിന്നാണ് സംഭവം നടന്നത്. ഇവിടുന്ന് താഴേക്കാണ് പുള്ളി പോകുന്നത്. എന്തോ അതാ ചോര കിടക്കുന്നു ഇവിടെ ചേട്ടാ. ഇവിടെ തന്നെ ചോര കിടക്കണം. ചോരപ്പാടുണ്ട് കേട്ടോ. പുള്ളി ഇവിടെ വന്ന് പുള്ളി കുറച്ച് നേരം ഇവിടെ കിടന്നു. ചോര ഇങ്ങനെ കിടക്കുന്നു. ഇവിടെ തന്നെയാണ് ഉണ്ട് ചോരപ്പാട്. നമുക്ക് ഇവിടെ കാണാണ്ട. മുകളിൽ നിന്ന് പുള്ളി കൊമ്പിൽ പൊക്കിട്ട് ഇവിടെ അവിടുന്ന് ഊരിലും പുള്ളി അവിടെ നിന്ന് കൊതറി കാണും. നേരെ താഴേക്ക് ഇനി പോയതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ? കല്ല് അടിച്ചില്ല എന്ന് പറയും ചെയ്തു. അതാണ് നമ്മളറിയില്ല, നമ്മളിത് കേട്ടറിഞ്ഞിട്ട് വരുന്നതല്ലേ. ചോരപ്പാട് കിടക്കുന്നുണ്ട്. കല്ലിൽ തല അടിച്ചില്ലെന്നൊക്കെ പറയണ്ടായിരുന്നു. ആ ഒരു കർഷകൻ്റെ ചോരയായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വീണുകൊണ്ട് മാത്രം പുള്ളി രക്ഷപ്പെട്ടു അല്ലേ? കമ്പ് പിടിക്കുന്നു. വേണ്ട കിട്ടുന്നുണ്ട്. ഒന്നും ചെയ്യണം. കമ്പ് ഇവിടെ തന്നെ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നുണ്ടോ? ചങ്ങായി അവിടുന്ന് പൊക്കി പിടിച്ചു. ഇവിടെ വന്നപ്പോൾ ചങ്ങായിന് എന്തായാലും 7:30 ആയതുകൊണ്ട് കണ്ണെന്തായാലും രാത്രി ഇരുട്ടൊന്നും പുള്ളി ഒരു ഊഹം വെച്ച് ഓടിയായിരിക്കുമല്ലേ ഇങ്ങോട്ട്? ഇങ്ങോട്ട് ഓടാനുള്ള ചങ്ങായി കിട്ടിക്കാണല്ലോ. അല്ല എനിക്കങ്ങനെ മനസ്സിലായി. കാരണം എന്താ രാത്രി ഇവിടെ വേറെ വെളിച്ചൊന്നുമില്ലല്ലോ. വെളിച്ചില്ല, വെട്ടം ഇട്ട് കഴിഞ്ഞാ. എന്നാലും ഇങ്ങോട്ട് കിട്ടൂല്ലോ വെളിച്ചം. കിട്ടില്ല. അതല്ല, വെട്ടം ഇട്ട് കഴിഞ്ഞാണ് സംഭവിച്ചത്. ഒരു ഊഹം വെച്ച് പുള്ളി അങ്ങ് ഓടിയിട്ടുണ്ടാവും. പുള്ളി ചിലപ്പോൾ എന്താ ഒരു ഓകം വന്ന് അങ്ങോട്ട് എവിടെ വന്നെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതെ. അത് ചെങ്ങായിട്ട് ബോധം വന്നാൽ നമുക്ക് അറിയില്ല. അങ്ങനെ ബോധം വന്നിട്ടില്ല, പണി ചോദിക്കാൻ പറ്റില്ല. ഇതുവരെ ബോധം വന്നിട്ടില്ല. ബോധം വന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട്. അല്ലേ? ചങ്ങായി വിറവുണ്ട്. വിറച്ചു പോയില്ലേ? നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അല്ലോ, ഞാൻ നേരത്തെ കാണിച്ച ആന ഇറങ്ങി വരുന്ന ആ ഒരു വഴി ഇതൊക്കെ കേട്ടോ. ഇത് ഇവിടെ മാത്രമല്ല, പല വഴി കൂടെ ആന വരുന്നുണ്ട്. ഇതൊരു വഴി മാത്രമല്ല, പല വഴി കൂടെ ആന ഇറങ്ങി. അതെ. കമ്പി ആന അങ്ങനെ ഇട്ടിരിക്കുന്ന ക്രോസായിട്ട് അത് തട്ടിയിട്ട് ചെറിയ ഷോക്ക് അടിച്ചിട്ടെങ്കിലും ആന തിരിച്ച് ഒഴിവായി പോകാനായിട്ടാണ്. ഇവിടെയും ഒരു കമ്പി നമുക്ക് കാണാം. അല്ല, ഇതിലാണ് ഇങ്ങനെ ഇത് ക്രോസ് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറി പോകുന്നത്. ഇതല്ലോ, ഇതൊക്കെ ആന കയറി പോകുന്ന വഴിയാണ്. കട പേരെങ്ങനെയാ? ആലി. ഈ സംഭവം നേരിട്ട് കണ്ട ആളല്ലേ? നേരിട്ട് കണ്ടതാണല്ലേ? ഒന്ന് വിവരിക്കാമോ? അതായത് അവിടെ കറണ്ട് ഇടാൻ വേണ്ടിയിട്ട് ആളിവിടെ എത്തി, മേലെ വീട്ടിൽ നിന്ന് എത്തി. ആന അപ്പം അവിടുന്ന് ക്രോസ് ആയിട്ട് റോഡേ വന്ന് അവിടുന്ന് ഓടി ഇവിടെ എത്തിയപ്പോൾ ആന അതേ കുത്തത് അവിടെ വെച്ച് നടന്ന സംഭവം. എന്നിട്ട് ഇത് എങ്ങനെയാ നിങ്ങളെങ്ങനെയാ? അപ്പത്തിന് വക്കീല് പെരപ്പുറത്ത് കയറി ഈ വീട്ടിലുള്ള ആളെ വച്ചിട്ടപ്പോൾ ആന ഒന്ന് തിരിഞ്ഞ് ആന ഇങ്ങോട്ട് താഴോട്ട് തന്നെ വന്നു. വീണ്ടും ഈ വഴിക്ക് തന്നെയാ പോയത്? അപ്പത്തിന് വക്കീൽ അവിടെ ചെന്ന് തുണിയൊക്കെ എടുത്ത് ശരിക്കും കെട്ടിക്കൊടുത്ത്. പിന്നെ അപ്പത്തിന് ചെക്കന്മാരൊക്കെ ഓടി വന്ന് എല്ലാവരും പാടെ കൂടി അവിടുന്നാണ് വക്കീല് മേലേക്ക് കയറ്റുന്നത്. സൗക്കത്ത് വക്കീലാണ്. ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് കുത്ത്, ഒരു കുത്ത് ഇവിടെ, ഒരു കുത്ത് ഇവിടെ, 2 കുത്തുണ്ട്. ഇത് വലിയ പരിക്കില്ല, ഇതാണ് പരിക്ക്. അങ്ങനെ ഇതൊക്കെ ദിവസം പുറത്ത് വന്നു. കുടലൊക്കെ പുറത്ത് വന്നു. എന്നിട്ട് പിന്നെ നിങ്ങളൊക്കെ കൂടിയിട്ടാ? ഞങ്ങള് പന്തല്ലൂർ കൊണ്ടായി, ആശുപത്രി കൊണ്ടായി. പിന്നെ അവിടുന്ന് നേരെ മിൻസക്ക് വിടാൻ പറഞ്ഞു. നേരെ കൊണ്ടുപോയി. ബോധം ഉണ്ടായിരുന്നോ നമ്മളൊക്കെ? ബോധം ഉണ്ടായിരുന്നല്ലേ? സംസാരിക്കുന്നൊക്കെ വർത്താനം ശ്വാസമൊക്കെ പോന്നിരുന്നു. പിന്നെ ഓക്സിജനൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തു. ഇപ്പൊ ഐസിയിലുള്ള? ഇപ്പൊ ഐസിയിലുള്ള. ഓപ്പറേഷൻ ഉണ്ടല്ലോ ഇനി? ഓപ്പറേഷൻ ഉണ്ട്. അല്ല, ഓപ്പറേഷൻ കഴിഞ്ഞു. 3 ദിവസം ഇനിയുണ്ടൊന്നും കൂടെ. വാരിയലിന് 2 പ്രശ്നമുണ്ട്. അത് 2 പൊട്ടു പോയിട്ടുണ്ട്. ഇവിടെ അതിഞ്ഞി വെക്കാണ്ട്. അതിഞ്ഞിപ്പോ 6 മാസം കഴിയും. ഇത് ഒത്തിരി വലിയ ആനയല്ലല്ലേ? വലിയ ആണല്ലേ? അത് ഇവിടെ വന്നിട്ട് 10-20 ദിവസമായി. അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റുകാർ ആരും ഈ വൈക്ക് വന്നിട്ടേ അല്ലാതെ എവിടെ നിന്നോ വരികയാണ്. അപ്പൊ പിടിച്ച ദിവസമാണ് അവർ വരുന്നത്. ഇയാളെ കുത്തിന്റെ ശേഷമാണ് വരുന്നത്. അല്ല, അവർക്ക് ഒരു ഭാഗത്ത് നോക്കിയാൽ പോരാ, ഒരുപാട് നാട്ടിൽ കൂടെ തന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ. ആ കുത്ത് ബാക്കിലാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കുത്തിയോട് കൂടെ ചെടിന്റെ മേലെ കൂടെ മറിഞ്ഞു പോയി അല്ലേ? കുത്തു കൊണ്ടിട്ട്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടല്ലേ? അതാ 10 അടി കവായിയാണതേ. അതിക്ക് വീണോണ്ട് കിട്ടിയതാണ്. ഇവിടേക്കാണെങ്കിൽ ഇങ്ങനെ വാരൂല്ലേ, ഇവിടുന്ന് ഓടിയതാ. ഇവിടുന്നൊക്കെ ആണെങ്കിൽ നേരെ പിടിച്ചെടുക്കൂലേ? അപ്പഴേ പിടിച്ചളേ. ഈ വീട്ടിലുള്ള ആൾ ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ കയറി ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടാണ് ആന ഇട്ടിട്ട് പോയത്. ഈ കാണുന്നതാണ് ആ ചേട്ടൻ്റെ, അതായത് കുത്തുകൊണ്ട് ആ ചേട്ടൻ്റെ തൊഴുത്താണിത്. ഇവിടെ പോയി പശുവിന് തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം ആണ് അപ്പുറത്തെ സൈഡിലേക്ക് പോയതും അവിടെ വെച്ചിട്ട് ഈ അപകടം നടന്നതും ആന ഓടിച്ചതൊക്കെ. ഇതാണ് ഈ ചേട്ടൻ്റെ വീട്. ചേച്ചിയുടെ പേരെങ്ങനെയാ? ഇത് മിനിയാന്നല്ലേ ശരിക്കും സംഭവം നടന്ന്? തിങ്കളാഴ്ച വൈകുന്നേരം അല്ലേ? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ആണല്ലേ? ഒന്നും പറഞ്ഞിട്ടില്ലാവല്ലേ? ഇപ്പം ആരാ കൂടെ ഉള്ളേ? മോനും അനിയനും മരുമകനും മോളും ഉണ്ട്. ആണല്ലേ? ഈ ഒരു പട്ടിയാണ് നേരത്തെ ഇവിടുന്ന് മധുര ചാടി എന്ന് പറഞ്ഞേ നേരത്തെ? ഒച്ച കേട്ടിട്ടില്ലേ? ആന പുള്ളിനെ ആക്രമിക്കുന്ന ഒച്ച കേട്ട് അതിൻ്റെ പുള്ളിയുടെ കരച്ചിൽ കേട്ടിട്ട്
ഈ പട്ടി ഇവിടുന്ന് ചാടി ഗേറ്റ് മതിൽ ചാടി അങ്ങോട്ട് ഓടിയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങോട്ട് സാധാരണ രാത്രി ആയിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാത്ത പട്ടിയാണ്. പക്ഷേ ഈ ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ചാടി അങ്ങോട്ട് ഓടിയെന്ന് പറഞ്ഞു. അവിടെ എത്തിയില്ലേ? എന്താ ഒച്ചല്ല അവിടെ മൃഗങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്നും ചെയ്യില്ലേ, ആരും ഒന്നും ചെയ്യില്ല. അതുപോലെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനയുടെ കുത്തേറ്റ ബാലകൃഷ്ണൻ ചേട്ടൻ്റെ ഭാര്യയാണിത്. അപ്പോൾ ആ ചേച്ചിയോട് സംസാരിച്ചു. ഞാൻ അധികം നേരം സംസാരിക്കാനായിട്ട് പോയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ചെറിയ പരിക്ക് പറ്റി എന്നുള്ള രീതിയിൽ അറിഞ്ഞിട്ടുള്ളൂ. വലിയ വിശദീകരിച്ചൊന്നും അവരടുത്ത് സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അധികം ചോദിക്കാതിരുന്നത്. ഏതായാലും ഇതേ ആന ഇവിടെ ഒരു വീടിൻ്റെ മുൻവശത്ത് അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തൊക്കെ വന്ന് കാണിക്കുന്ന കുറച്ച് വിക്രിയകളുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും ഏകദേശം ഈ ആനയുടെ ഒരു ക്യാരക്ടർ എന്നാണെന്നുള്ളത്. ഈ ഒരു ആനയുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായത്തോളം ബുള്ളറ്റ് കൊമ്പൻ്റെ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ഏതായാലും ആ ഒരു കിട്ടിയ ഒരു CCTV വിഷ്വൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെ ആന അവിടെ പതുങ്ങി നിന്ന് വന്ന് വീണ്ടും മുറ്റത്ത് വന്ന് പതുങ്ങി നിന്ന് വീട്ടിലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വലിച്ച് ഇതാക്കുകയാണ്. അപ്പോൾ ഈ ആന തന്നെയാണ് ഈ ചേട്ടനെ ആക്രമിച്ചത്. അപ്പോൾ നമുക്ക് ആനയുടെ ഒരു വിഷ്വലിൽ നമുക്ക് മനസ്സിലാകും. ആന ഒരു മീഡിയം സൈസ് ആനയാണ്. മാത്രമല്ല കൊമ്പിന് ഒത്തിരി വലിയ വലിപ്പവും കാര്യങ്ങളും ഇല്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ആൾ രക്ഷപ്പെട്ടതെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. വലിയ കൊമ്പുകളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഒരു മനുഷ്യനെ ഒന്നും വയറൊന്നും താങ്ങുന്ന സാഹചര്യമൊന്നുമല്ല. അപ്പോൾ ഏതായാലും ആനയുടെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടല്ലോ. ഇതാണ് അവിടെ സംഭവിച്ചത്. ഞാനിപ്പോൾ ഉള്ളത് ആ ഒരു ദൃശ്യങ്ങൾ പകർത്തിയ അല്ലെങ്കിൽ ആ ഒരു CCTV വിഷ്വൽസ് കിട്ടിയ ആ ഒരു വീടിൻ്റെ മുമ്പിലാണ്. നമുക്ക് ആ ഒരു വീട് നമുക്ക് നേരിട്ടൊന്ന് കാണാം. ഈ ഒരു വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടോ. ആന വന്നതും ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കണം ആന വന്നിട്ടുണ്ടാവുക. ഏതായാലും ഈ ഒരു ക്യാമറയിൽ നിന്നാണ് ആ ഒരു അവിടെ ക്യാമറ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിലാണ് നമുക്ക് ആ ഒരു വിഷ്വൽ കിട്ടിയത്. ഈ ഒരു ഇവിടെ കിടന്ന തുണിയൊക്കെയാണ് ആനയെടുത്ത് വലിച്ച് പറിച്ചിട്ടതും ഒക്കെ. ഇതുണ്ട് ഈ വീടിൻ്റെ ഇതുണ്ടോ, ഈ ഒരു ചില്ല് ആന പൊട്ടിച്ചാട്ടോ. ജനൽ പൊട്ടിച്ചിട്ടുണ്ട്. ഇതായാലും ജനൽ പൊട്ടിച്ചത് അവിടെ അതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത്. ചേച്ചിയുടെ പേരെങ്ങനെയാ? ബിന്ദു. ഇത് ആ ആന ഇവിടെ വന്നത് എന്നായിരുന്നു ചേച്ചി? സംഭവം 2 ആഴ്ചയായി. 2 ആഴ്ചയായി അല്ലേ? ഈ ജനലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലേ? ആ, ജനൽ പൊട്ടിച്ചു. പിന്നെ വേറെ എന്തൊക്കെയാ അവിടെ? ജനൽ പൊട്ടിച്ചന്ന് ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചതാ. ആരെ? ഞങ്ങളിവിടെ ഒരു പണിക്കാരനുണ്ട്. ആ പണിക്കാരനെ. ഓ, അപ്പൊ ഞാൻ ഈ വാതിൽ തുറന്നു നടക്കുമായിരുന്നേ. ഇത് എത്ര മണിയാണല്ലോ സംഭവം? രാത്രി 11 മണിക്ക്. രാത്രി 11 മണിക്ക്. ഇത് 11 മണിക്ക്. അതിനുശേഷം പിന്നെ 8 മണി ആയപ്പോൾ പിന്നെ ഒന്നും കൂടി 2 പ്രാവശ്യം വന്നു. ഇപ്പോൾ വന്നിട്ടുണ്ടല്ലേ? ഇവിടെ വന്നേരം ഇങ്ങോട്ട് ഓടി. അപ്പോൾ ആനയുടെ തുമ്പിക്കൈ ഉള്ളിലേക്ക് ഇട്ടപ്പോഴേ ആളെ പിടിക്കാൻ വേണ്ടി അപ്പോൾ വാതിൽ ഒറ്റയടെ അടച്ചു. വാതിൽ അടച്ചപ്പോൾ ആനയ്ക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് ആന ഇത് ചില്ലറ ഒറ്റ അടിച്ച് പൊട്ടിച്ചത്. തുമ്പിക്കൈ കൊണ്ട്. ആ, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. വേറെ എന്തൊക്കെയാണ് നാശനഷ്ടം അവിടെ വരുത്തിയത്? പിന്നെ ഈ വണ്ടിക്കാണ് 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഈ വണ്ടി ഇതിൻ്റെ ഇത് പൊട്ടിച്ച് വലിച്ച് താഴേക്ക് ഇട്ടു. 2ാമത്തെ പ്രാവശ്യം വന്നപ്പം ഈ വണ്ടിയുടെ ഇതാ വണ്ടി ഇവിടെ തന്നെയായിരുന്നു. ഇത് പൊട്ടിച്ച് വന്നല്ലേ? ഇതിന്റെ ഈ ബൊളോറാന്ന് എഴുതിയിരിക്കുന്നത് ഇത് പറിച്ച് താഴേക്ക് ഇട്ടു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പട്ടിക്കൂട് കളയുന്നതാണ് ഞങ്ങൾ. പട്ടി ഭയങ്കര കുരയായിരുന്നു.
ഇതിലേ ഇത് വന്നാൽ ഇത് ശരി. കണ്ടോ, ഇതാ 2 പ്രാവശ്യം ഒരേ ഇവിടുന്ന് വന്നേ? എന്നാ വാഴയൊന്നും അങ്ങനെ അധികം കളഞ്ഞിട്ടില്ല. ആണല്ലേ, ഈ ഒരു വഴിക്കാട്ടോ ഇതിലെ ഇറങ്ങി വന്ന്. ഇതിൻ്റെ പുറകോട്ട് മൊത്തം ഈ തേയിലത്തോട്ടം തന്നെയല്ലേ? അല്ലേ? തേയിലത്തോട്ട. ഇങ്ങനെ വീണ്ടും മുറ്റത്തേക്ക് ഇതിന് മുന്നേ ആന വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ ഇങ്ങനെ ആദ്യമായിട്ട് വരുന്നല്ലേ? ഈ ആന 2 പ്രാവശ്യമായിട്ട്. ഒരേ ആന തന്നെയാണ് 2 പ്രാവശ്യം? ഒരാനയാണല്ലേ? ഒരേ ആന തന്നെ വന്ന് ഇതിലിങ്ങനെ വന്നിട്ട് അവിടെ വന്ന് അവിടെ ഒളിച്ചു നിന്നു ഒരു 2.5 മിനിറ്റ് ആന. ഞങ്ങള് വാതിൽ തുറക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അതിന്റെ വീഡിയോ ഞങ്ങളുടെ തന്നെ ഉണ്ട്. പമ്മി നിന്നു. എന്നിട്ട് ഞങ്ങളെ കാണാത്തത് കൊണ്ട് അവിടെ പണിക്കാരുടെ തുണി ഉണ്ടായിരുന്നേ, അവര് ചപ്പെടുക്കുന്ന താട്ട്, ആ താട്ടൊക്കെ എടുത്ത് കുത്തി കീറി ഇവിടെ ഇട്ടുണ്ട്. എവിടെയോ പമ്മി നിന്നേന്ന്? അതവിടെ അതിന്റെ ആ മരത്തിനോട് ചേർന്ന് അങ്ങോട്ട് മാറി നിന്നു. മാറി നിന്നിട്ട് ഞങ്ങള് വാതിൽ ഇവിടെ തുറക്കുന്നില്ല എന്ന് കണ്ടപ്പോ 2.5 മിനിറ്റ് നിന്നു അവിടെ. പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ നിങ്ങൾ അറിഞ്ഞായിരുന്നു സംഭവം? പട്ടി കുറച്ചപ്പോ മനസ്സിലായി. പട്ടി ഭയങ്കര കുറച്ചപ്പോ ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ്. ഒരു അനുഭവം ഉള്ളത് കൊണ്ട് രണ്ടാമത് ഞങ്ങൾ തുറന്നില്ല, വാതിൽ തുറന്നില്ല. അന്നേരമാണ് പിന്നെ CC ക്യാമറ ഉണ്ടായിരുന്നത് കൊണ്ട് അറിയായിരുന്നു. വാതിൽ തുറന്നില്ല. അപ്പൊ തുണി എടുത്ത് വലിച്ച് കീറി കുത്തി കീറിയിട്ട് തിരിച്ചിറങ്ങിപ്പോയി. ഇവിടെ തുണി കിടപ്പുണ്ടായിരുന്നു അല്ലേ? അവിടെ പണിക്കാരുടെ താട്ട്, മുണ്ടൊക്കെ അല്ലേ? ചപ്പെടുക്കുന്നവരുടെ വേർപ്പിന്റെ മണമായിരിക്കും അല്ലേ? മനുഷ്യരുടെ മണമായിരിക്കും. അത് ആദ്യത്തെ ഒരു സംഭവം അല്ലേ? ആദ്യത്തെ സംഭവം. ഇതല്ലാണ്ട് ഇവിടെ വേറെ വന്യമൃഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? അങ്ങനെ ഒന്നുണ്ടോ? മറ്റേ മാന് അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഉണ്ട്. മയിൽ ഇഷ്ടം പോലെ അല്ലേ? കുരങ്ങാണെ ഭയങ്കര ശല്യല്ലേ? കുരങ്ങിന്റെ നല്ല ശല്യമുണ്ട്. ഈ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് ആ ഒരു സംഭവം നടന്നത് കേട്ടോ. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ ഇവിടെ ആണ് ആദ്യം വന്നിട്ട് ഇവിടെയാണ് പമ്മി നിൽക്കുന്നത്. അതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് വന്നതും. അതിന് ശേഷമാണ് ഇവരെ പിടിക്കാനായിട്ട് പണിക്കാരനെ പിടിക്കാനായിട്ട് ഓടിയപ്പോൾ ഈ പറയുന്ന ജനലൊക്കെ പൊട്ടിച്ചതും. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ജീപ്പിൻ്റെ പുറകുവശമൊക്കെ നശിപ്പിച്ചത്. ഇത് രണ്ടും എത്ര ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് വന്നത്? 2 പ്രാവശ്യം? 4 ദിവസം അല്ലേ? 5 ദിവസത്തേക്കുള്ളില്ല ആണല്ലേ? ആ വ്യത്യാസത്തിൽ വന്നിട്ടുണ്ടല്ലേ? ഇത് രണ്ടും സംഭവിച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞല്ലേ? ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ വന്നു പോയിട്ട്. അതിനുശേഷം ഇപ്പൊ അവിടെയാ സംഭവിച്ചത്. പുള്ളിനെ ബാലൻ ചേട്ടനെ. അതെ, ആനയാണ് ഇങ്ങനെ മനുഷ്യരെ പിടിക്കാൻ വേണ്ടി ഓടിക്കുന്നത്. ആനയ്ക്ക് മനുഷ്യരോട് ദേഷ്യമുള്ള ഒരു ആന തന്നെയാണ്. അതാണ് നമുക്ക് പിന്നെ അന്ന് മനസ്സിലാകുന്ന കാര്യം. ഏകദേശം നമ്മൾ പന്തല്ലൂർ ചേരമ്പാടി ഭാഗത്ത് കണ്ട ആ ബുള്ളറ്റ് ആനയുടെ ഏകദേശം അതേ സ്വഭാവമൊക്കെ തന്നെയാണ് ഇതും കാണിക്കുന്നത്. അല്ലെ, ആന എന്ന് പറയുമ്പോൾ തന്നെ പേടിയായിപ്പോയി. ആനയുടെ പോക്ക് അത്രയ്ക്കും കണ്ടാ പേടിയാവുമായിരുന്നു നമുക്ക് ശരിക്കും. കൊലവിളി വിളിച്ചിട്ടാണ് പോകുന്നത്. ആ കൊലവിളി വിളിക്കുന്നത് വീഡിയോയിലുണ്ട്. വിളിച്ച് വീഡിയോ കേൾക്കാം. കരഞ്ഞിട്ടാണ് തല്ലി പൊട്ടിക്കുന്നത്, ജനല് തല്ലി പൊട്ടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പോക്കിന്റെ ആ ദേഷ്യം കാരണം മുറ്റത്ത് വണ്ടി കിടക്കണ്ടായിരുന്നു. ആ വണ്ടി കണ്ടിട്ടില്ല ആന. അല്ലെങ്കിൽ ആ വണ്ടി തല്ലി പൊട്ടിച്ചിട്ടുണ്ടാവും. ദേഷ്യത്തിന്റെ ആ കാഠിന്യം കാരണമാണ് വണ്ടി കാണാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദേഷ്യം പിടിക്കുന്നത് നമുക്ക് അങ്ങനെയാണല്ലോ, കണ്ണ് കാണൂല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇറങ്ങി പോവുക. ഇങ്ങനെ വലിയൊരു ഇപ്പോൾ ഈ ആന കാരണം ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. ആന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇപ്പം ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ 2 വിഷ്വൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ രണ്ടാമത്തെ വിഷ്വലും കൂടെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ വീടിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ തേയിലത്തോട്ടമൊക്കെ ഇവരുടെ തന്നെയാണ് കേട്ടോ. സ്വകാര്യ തേയിലത്തോട്ടങ്ങളാണ്, അല്ലാണ്ട് വലിയ എസ്റ്റേറ്റുകാരുടെ അല്ല. അപ്പോൾ അവിടുത്തെയൊക്കെ കവുങ്ങുകൾ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഇടയ്ക്കവിടെ 1, 2, 3, 4 ഇതിങ്ങനെ കവുങ്ങുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കളയുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഇടയ്ക്കോടെയൊക്കെ നമുക്കിങ്ങനെ കമ്പി കെട്ടിയേക്കുന്നതാണ്. ഇത് ഇങ്ങനെ ഇവിടെ പല സ്ഥലത്തും കാണാം ഇതുപോലെ കമ്പി കെട്ടിയേക്കുന്നതൊക്കെ കറണ്ട് കൊടുത്തിരിക്കുന്നതാണ്. രാത്രിയാകുമ്പോൾ ആനയ്ക്ക് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്.
അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ സ്ഥലവും കൃഷിയൊക്കെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം സാധാരണപ്പെട്ട കർഷകരാണ് ഈ പ്രദേശത്തൊക്കെ ഉള്ളവർ, പണ്ട് കാലം മുതലേ കുടിയേറി പാർത്ത ആളുകളാണ്. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അതെ ഇവിടെ ആന നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് മാക്സിമം സൂം ചെയ്ത് കാണിച്ചു തരാം. അല്ല, ആന അവിടെ നിൽക്കുന്നുണ്ട്. ആ കാണുന്നതാണ് ആന. ഈ കക്ഷിയാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് കണ്ടതാണ് കേട്ടോ. പുള്ളി പകലത്തെ വിശ്രമത്തിൻ്റെ സമയമാണ്. അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. നമുക്കൊരു ആനയുടെ ചെവി ആട്ടുന്നുണ്ടോ, നമുക്ക് ചെവി ആട്ടുന്ന കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ അവിടെ വന്നപ്പോഴാട്ടോ ഞാൻ ഈ ഭാഗത്ത് നമ്മൾ കണ്ട, നമ്മൾ അതിനെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇപ്പുറത്തോട്ടുള്ള ഒരു സ്ഥലത്തോട്ട് വന്നേക്കുന്നതാണ്. ഇവിടെയൊക്കെ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഇതൊക്കെ ഓരോ ആൾക്കാരുടെ തേയിലത്തോട്ടാട്ടോ, എസ്റ്റേറ്റ് അല്ല, ഓരോ ആളുകളുടെ തേയിലത്തോട്ടമാണ്. ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്. അടിപൊളി കറക്റ്റായിട്ട് നിൽപ്പുണ്ട്. നടക്കുമല്ല, നീങ്ങുന്നുണ്ടല്ലേ. അത് തന്നെ കൊമ്പ് കാണാം, കറക്റ്റ് കൊമ്പ് കാണാം. ഒരാളെ തട്ടി ആനയാട്ടോ നിൽക്കുന്നത്. അതപ്പോൾ അങ്ങോട്ടാണ് ചെയ്യുന്നത്. ഇത് ഒറ്റയ്ക്കുള്ളല്ലേ? ഇതിപ്പോൾ എത്ര ദൂരം ഉണ്ടാവും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം? ഒരു 1/2 കിലോമീറ്റർ അല്ലേ? 1/2 കിലോമീറ്റർ ഒക്കെ അല്ലേ? ഇത്ര ഉള്ളല്ലേ? നമ്മളിപ്പോൾ പോയ ആ വീട് ഞാൻ കാണിച്ചുതരാം എവിടെയാണ്. ഈ ഒരു ഭാഗത്താട്ടോ, ഇവിടെ ആയിട്ടാണ് ആ വീട്. ഇതിൻ്റെ പുറകിലായിട്ടാണ്, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഇപ്പോൾ ഈ ആനേനെ നമ്മൾ സ്പോട്ട് ചെയ്തത്. കണ്ടോ, ഇവിടെ നിൽപ്പുണ്ട് ആന. അതേ ആന അല്ലേ, സെയിം ആന. കൊമ്പ് കാണാമായിരുന്നു, 1-2 പ്രാവശ്യം കണ്ടു ഞാനിപ്പോൾ കൊമ്പ്. കൊമ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാം കേട്ടോ. കണ്ടല്ലോ, അതെ ആന ഈ ഒരു ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്, ഇവിടെയാണ് നിൽക്കുന്നത്. ഇതുപോലെ ഇതിപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടത് കേട്ടോ. എന്തായാലും ആന അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പോയ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രം മാറിയിട്ടാണ് ഇപ്പോൾ ഈ ആന ഇവിടെ നിൽക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പേടിക്കണം കേട്ടോ. പറയുന്നത് കറക്റ്റാണ്, ഒരു വല്ലാത്തൊരു സ്വഭാവമുള്ള ഒരു ആന തന്നെയാണിത്. ഏതായാലും നമ്മളിപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ ചേച്ചിയുടെ പേടിയൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായി. അതുപോലെ കൊലവിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട ആളുകൾക്ക് പിന്നെ ജീവിതത്തിൽ അത് മറക്കാനായിട്ട് പറ്റില്ല. എനിക്കും പണ്ടൊരു അനുഭവം ഇതിൻ്റെ അകത്തോ ഇതുപോലെ ഉള്ളതാണ്. അപ്പോൾ അത് ആന ഓടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതകാലം മൊത്തം അതൊരു പേടിയായിരിക്കും. ഏതായാലും ആ ഒരു ചേട്ടനെ ഇതുപോലെ ആന കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരമായ പരിക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അപകടനില തരണം ചെയ്തെന്നാണ് ഇപ്പോൾ നമുക്കറിയാനായിട്ട് സാധിച്ചത്. നമ്മൾ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇതേ ആന തന്നെ ഇവിടെ ഒരു വീട്ടിൽ കയറി ഇതുപോലെ ആക്രമണങ്ങളൊക്കെ നടത്തിയ ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയത്. പക്ഷേ ഈ ഒരു ആന പല വീടുകളിലും കയറാറുണ്ട്. പക്ഷേ മിക്ക വീടുകളിലും CCTV ഒന്നും കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുറത്തറിയുന്നില്ല, അല്ലെങ്കിൽ ജനം അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഇതേപോലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഏതായാലും ഇതുപോലെ ഒരു ബുള്ളറ്റിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അതിലും ഭീകരമായ ആന ഇവിടെ ഇറങ്ങിയ ബുള്ളറ്റ് പോലെ തന്നെ അത്, അല്ലെങ്കിൽ അതിനെക്കാട്ടും ഒന്നുകൂടെ ഒരു പടിയും കൂടെ മുകളിലായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആന ഇപ്പം വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ആനേനെ ഇനി എന്ത് പേരിട്ട് ഇവർ വിളിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ വല്ല മിസൈലെന്നോ റോക്കറ്റെന്നൊക്കെ ആയിരിക്കും ഇതിനെ പേരിടാൻ പോകുന്നത്. ഏതായാലും ഭയങ്കര സ്പീഡിലാണ് ഈ ആന ഓടുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതുപോലെ
വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് മലയോര പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ പെട്ട ആളുകളും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള കാര്യം പിന്നെ നമ്മൾ പറയണ്ടല്ലോ, നമുക്കറിയാം ഈ ഒരു പ്രദേശത്തെ കാര്യങ്ങൾ. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഇവിടെ കൂടുതൽ മലയാളികളായിട്ടുള്ള ആളുകളാണ്, പണ്ട് കാലത്ത് കുടിയേറി പാർക്കുന്ന ആളുകളാണ്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ കേരളമാണെന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ്. വാഴ പോലെയുള്ള കൃഷിയൊക്കെ ഇവർ ഒഴിവാക്കി, വാഴ, കപ്പ മുതലായ കൃഷികളൊക്കെ പൂർണ്ണമായിട്ടും ഇവർ ഒഴിവാക്കി. ചുരുക്കം ചില ആളുകൾ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇത്തരം കൃഷികളൊക്കെ ഒഴിവാക്കി. കൂടുതൽ ആൾക്കാരും ഇതുപോലെ തേയിലയും മറ്റ്, അതായത് ആനയ്ക്ക് ആവശ്യമില്ലാത്ത ചെടികൾ മാത്രം അല്ലെങ്കിൽ കൃഷികൾ മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ്. അതാണ് ഈ ഒരു നാട്ടിലെ ഇപ്പോഴത്തെ കൃഷിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എങ്കിലും കൃഷി ചെയ്യാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രവൃത്തിയൊക്കെ അത് ചെയ്യുന്നത്. അതായത് മണ്ണിൽ പണിയെടുത്ത് മണ്ണിൽ പോരാടി പൊരുതി ജീവിക്കുന്ന കർഷകർ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ പോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരുപക്ഷെ അവരുടെക്കാട്ടും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. ബഫർ സോണിൻ്റെ ഒരു ദൂഷ്യഫലം ആണ് നമ്മളിന്ന് അവിടെ ഇതിനകത്ത് പറയുന്നത് നമ്മൾ കേട്ടു. ബഫർ സോൺ ആക്കിയതിന് ശേഷമാണ് ഇവിടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്നത്. ബഫർ സോൺ ആക്കിയതിന് ശേഷം ഇപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങളായിട്ട് നിങ്ങളെ ഇറക്കി വിടില്ല, നിങ്ങൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോളും എന്ന് ഫോറസ്റ്റുകാർ ഇവരോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാം, ഇതുപോലെ വന്യമൃഗങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കി കഴിയുമ്പോൾ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവർ വിട്ടിട്ട് പോകും. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഭയങ്കര വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ തന്നെയാണ് എല്ലാ പ്രദേശങ്ങളിലും കാടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുവാണ്. ഏതായാലും ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടും നമ്മൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ കവർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.